നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. 10 കൊല്ലം MLA പണി ചെയ്തവനാ ഞാൻ. അത് വച്ചങ്ങ് കൊളുത്തി കൊടുത്താലുണ്ടല്ലോ, ജാമ്യമില്ലാത്തവൻ 14 ദിവസം അകത്ത് കിടക്കും. നീയായിട്ടവൻ അകത്താക്കണോ വേണ്ടയോ? പറയണ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് ഊഹിക്കല്ലോ. മാറടി അങ്ങോട്ട്. ബോംബുകൾ പൊട്ടിത്തുടങ്ങി. ഇനിയാണ് പൂരം. എന്തായാലും പോയി കാണാം. നീ എന്തിനാണോ അവിടുന്ന് പിണങ്ങി വന്നത്, അതിന് പരിഹാരം കണ്ടിട്ടേ മനോജ് ഇവിടുന്ന് മടങ്ങുന്നുള്ളൂ. ഇത് സത്യം സത്യം സത്യം. ഒരു കാമദേവൻ, കടം വാങ്ങുന്ന കാമദേവൻ. കൊള്ളൻ. എടാ അച്ഛൻ വിദ്യയെടുത്ത് ചതിച്ചു എന്ന് തോന്നുന്നു. മനോജ്, എനിക്ക് പേടിയാവുന്നതാ. ഹരിതേ, നീ രാത്രി മറ്റൊരുത്തനെ റൂമിൽ വിളിച്ച് കയറ്റിയതൊന്നുമല്ല. ഞാൻ നിന്റെ ഭർത്താവാണെന്ന് നിനക്കറിയില്ലേ? മനോജ്, എന്തും നേരിടാനുള്ള കരുത്ത് നിനക്ക് വേണം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്റെ പുറകെ തന്നെ നിന്നോളാം. പേടിക്കൊന്നും വേണ്ട, ഞാൻ പുറകെ തന്നെയുണ്ട്. ഞാൻ വരണോ? ഹരിതേ, 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 ഹരിതേ. നീ ആരോട് ചോദിച്ചിട്ടാ ഈ വീട്ടിൽ കയറിയത്? എടാ, ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ എന്റെ വീട്ടിൽ വന്നതെന്ന്? അത് ഞാൻ മിണ്ടിപ്പോകരുത്. നിനക്ക് പണ്ടേ ഞാൻ ഓങ്ങി വെച്ചതാ. ഞാൻ വന്നത് എന്റെ ഭാര്യയെ കാണാനാ. ഒരു ഭാര്യയും ഭർത്താവും. ഇവിടെ ഇന്നേ വരെ നീ ഇവൾക്കൊരു സാരിത്തുണ്ടോ, 1 ഗ്രാം പൊന്നോ? എന്തിന്? ഇഷ്ടപ്പെട്ട ആഹാരമെങ്കിലും നീ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോടാ ഇവൾക്ക്? അതിന് മറുപടി ഹരിത പറയും. കൊള്ളാം. മറുപടി ഹരിത പണയും പോലും. അയ്യടാ, കണ്ടവന്റെ നേരന്ന് കടം വാങ്ങി ഭാര്യയ്ക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്ത കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട മോനെ. നീ ജോലി ചെയ്തുണ്ടാക്കിയ കാശിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അത് പറഞ്ഞാ മതി. അതിന് പരാതി പറയേണ്ടത് ഞാനല്ലേ? ഞാൻ അച്ഛനോട് പരാതിയായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതായാലും അച്ഛൻ മനോജിന് അടിച്ചത് തെറ്റായി പോയി. മനോജ് തിരിച്ചടിക്കാത്തതേ അവന് തണ്ടും തടി ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ അച്ഛനായതുകൊണ്ടാ. വയസ്സുകാലത്ത് അത് ഓർക്കുന്നത് നല്ലതാ. ഹരിതേ, വേണ്ട. അച്ഛനോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഹരിത പറഞ്ഞാൽ എന്താ തെറ്റ്? അവൾക്ക് അവളുടെ ഭർത്താവ് വലുത് തന്നെയാ. പ്രകാശേട്ടൻ മനോജിനെ അടിച്ചത് സഹിക്കാൻ വയ്യാതെയാ ഹരിത ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നെന്ന് ഓർക്കണം.
അച്ഛനെ ആരെങ്കിലും അമ്മയുടെ മുമ്പിൽ വെച്ച് അടിച്ചാ അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? പറ. അതുപോലെ തന്നെ എല്ലാവർക്കും അവരവർക്ക് അവരവരുടെ ഭർത്താവും ഭാര്യയും എല്ലാം വലുത് തന്നെയാണ്. അടുത്ത ഭർത്താവ് ഉദ്യോഗസ്ഥൻ. മനോജ് ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പറ്റില്ല. കാരണം ഇവനെപ്പോലെ നിനക്കും ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. എടാ, സ്വന്തം വീട്ടിൽ നിന്ന് വരെ പ്രമാണം മോഷ്ടിച്ചു വിറ്റവനാണിവൻ. ഇവൻ അർദ്ധരാത്രിയിൽ ഈ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതും മോഷ്ടിക്കാൻ തന്നെയാ ഉറപ്പ്. അച്ഛാ, ഇവന്റെ സ്വന്തം കൂടപ്പുറപ്പല്ലേ പ്രകാശ്? അവൻ എന്തിനാ ഇവനെ പട്ടിയെ തല്ലും പോലെ തല്ലിയത്? അത് മദ്യപിച്ച് നാലുകാലിൽ വന്നു കയറിയൊന്നുമല്ല. പ്രകാശിന്റെ മുറിയിൽ കയറി അവന്റെ പണം മോഷ്ടിക്കാൻ നോക്കിയതിനാ. അല്ലടാ, ഇറങ്ങടാ. എട, ഇറങ്ങി പോകാനാ പറഞ്ഞ നിന്നോട്. ഒറ്റൊരെണ്ണം എന്റെ അടുത്തേക്ക് വരരുത്. വന്നാ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. 10 കൊല്ലം MLA പണി ചെയ്തവനാ ഞാൻ. അത് വച്ചങ്ങ് കൊളുത്തി കൊടുത്താലുണ്ടല്ലോ, ജാമ്യമില്ലാത്തവൻ 14 ദിവസം അകത്ത് കിടക്കും. നീയായിട്ടവൻ അകത്താക്കണോ വേണ്ടയോ? പറയടാ. ഇറങ്ങി ഇറങ്ങിപ്പോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.